വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കുകയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ പൊടിക്കണ ജാറിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കാം, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ്, ഒരു ഇതള് മതിയാവും, ഒരു ടീസ്പൂൺ വലിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ പീസ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി. ഇതൊന്നും വറുക്കാതെ തന്നെ പൊടിച്ചെടുക്കണം. മല്ലിയൊക്കെ വറുത്താൽ നമ്മുടെ കുറുമയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പച്ച മല്ലിയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടിട്ട് നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങ, ഒരു 10 കാഷ്യൂനട്ടും കൂട്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത കാഷ്യൂനട്ടാണ്. ഇതും കൂടെ കൂട്ടി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഒരു കപ്പ് തേങ്ങ വെച്ചിട്ട് ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. നമുക്ക് കുറുമ തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റാം. വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നാൽ ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫുള്ള് മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊന്നും ചേർക്കുന്നില്ല. ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കന് ഒരു 3/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വലിയ പൊട്ടാറ്റോ നമുക്ക് ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോയും ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും കാഷ്യൂ നട്ടും കൂടെ
നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതാണിത്. കാഷ്യൂനട്ടിന് പകരം നമുക്ക് കസ്കസും വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പകുതി കാഷ്യൂനട്ടും പകുതി കസ്കസും ആയിട്ട് ഉപയോഗിക്കാം. കസ്കസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഈ തേങ്ങൻ്റെ കൂടെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഈ കസ്കസും കാഷ്യൂനട്ടൊക്കെ നമ്മൾ ചേർക്കുന്നത് ഇതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ തൈര് ചേർത്ത് കൊടുക്കാം. തൈരോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ചേർക്കുന്നത്. നല്ല കട്ട തൈരാണെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇത് ചേർക്കാം. തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഇതിൻ്റെ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് തേങ്ങയിൽ നിന്നെടുത്ത പാലാണിത്. കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മതി. നന്നായിട്ട് ഈ തേങ്ങാപ്പാലും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളക്കുറുമ, ചിക്കൻ വെള്ളക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ വെള്ളക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതിൽ ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണിത്. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക. കുറച്ച് മല്ലിയില വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെള്ളക്കുറുമ ഇവിടെ റെഡി ആയി. ഇതിൽ ഞാൻ തൈരാണ് ചേർത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ തൈര് മാത്രം ചേർത്താൽ മതി. പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കണം. അത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലേ ഈ കറിക്ക് ഒരു ഇത്തിരി പുളിരസം വരുള്ളൂ. ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോണത്. നല്ല കോക്കനട്ടൊന്നും ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെയാണ് ഞാനത് സെർവ് ചെയ്യുന്നത്. നല്ലൊരു കോമ്പിനേഷനാണിത്, വെള്ളപ്പം ചിക്കൻ കുറുമയും. ഇത് നമുക്ക് ചിക്കനിൽ നമ്മളിപ്പോൾ ചെയ്തു. ഇത് മട്ടനിലും ബീഫിലും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.